ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാസ് ഫോട്ടോഗ്രാഫി. മൂന്ന് ഡിഷസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഉണ്ടസമ്മന്തി അരയ്ക്കുന്നത്, കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നത്, മസാല നിലക്കടല ഇന്നത്തെ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നാളികേരം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം പുളിയെ, സ്വല്പം ഉള്ളിയെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയെ, 4 വറ്റൽമുളക്, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ്റെ ബാസ്ക്കറ്റിലേക്കാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. അത് ഡയറക്റ്റ് തന്നെ ഇന്ന് ഞാൻ വെക്കുവാണ്. വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ടു 8 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുളക് പെട്ടെന്ന് ഫ്രൈ ആകുന്നത് കൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് 8 മിനിറ്റ് സെറ്റ് ചെയ്തു, 6 മിനിറ്റ് ബാലൻസ് നിൽക്കുമ്പം തന്നെ തുറന്നിട്ട് മുളക് ഞാൻ മാറ്റുന്നുണ്ട്. മുളകെല്ലാം ഇപ്പം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഓരോ 2 മിനിറ്റോ 3 മിനിറ്റോ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലായിടവും നന്നായിട്ട് ഒരുപോലെ ഫ്രൈ ആയി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചുട്ട തേങ്ങയുടെ സമ്മന്തി കല്ല് വെണ്ണയിൽ അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സി വെണ്ണയിലും അരച്ചെടുക്കാം. കല്ല് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലാണ് ഇട്ട് അരച്ചത്. 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചത്. ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൗഡർ പോലെ ഇരിക്കും, നമ്മൾ സമ്മന്തിപ്പൊടി ഉണ്ടാക്കൂലേ അതുപോലെ ഇരിക്കും. ഇതല്ല ചെയ്തേക്കുന്നത്, ഉണ്ടസമ്മന്തിയാണ്, കല്ലിൽ അരച്ചെടുക്കുന്ന ഉണ്ടസമ്മന്തിയാണ് ഞാൻ ചെയ്തത്. അരയ്ക്കുന്ന സമയത്ത് ഒരതൾ കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചുട്ട തേങ്ങയുടെ സമ്മന്തിക്ക് കറിവേപ്പില നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് കറിവേപ്പില ആഡ് ചെയ്തത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ഇടണം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. തീരുന്നണം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ല ഇപ്പോൾ ഇന്നോ നാളെ എടുക്കുകയാണെങ്കിൽ ഇത് കേടാകത്തില്ല, കാരണം തേങ്ങ ചുട്ടിട്ടില്ലേ അരച്ചേക്കുന്നത്. ഒരു വലിയ പാവയ്ക്കായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഹാഫ് പോലും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ റൗണ്ടിൽ മുറിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾ പൊടി, ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പാവയ്ക്കായയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മൂന്ന് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ്റെ ബാസ്ക്കറ്റിലേക്കാണ് ഇത് വെക്കുന്നത്. 1 ടീസ്പൂൺ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റിന് വേണ്ടി ഇതൊക്കെ ആഡ് ചെയ്യുക, ഓപ്ഷണലാണ്. ഡിഗ്രിയിൽ 8 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും തിരിച്ചു വെക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതുപോലെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ഇടുമല്ലോ കമൻറ്റ് ബോക്സിൽ. ഇത് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നത്, എത്ര സൂപ്പർ, അതുപോലെ തന്നെ കഴിക്കും. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, നിലക്കടല ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത് 200 ഡിഗ്രിയിൽ 4 മിനിറ്റ്, അത്രയും മാത്രം. ഒരു മസാല നിലക്കടലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതെല്ലായിടത്തും നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് സ്വല്പം ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്,
അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്മെല്ലൊക്കെ വരാനായിട്ട് 2-3 വെളുത്തുള്ളി എല്ലാം കൂടി ഇടുന്നുണ്ട്. $200 4 minutes. ഇന്നത്തെ ഈ 3 വീഡിയോ വളരെ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.